എന്താണ് സെക്കുലർ നിയമങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റായിട്ടുള്ള ആൾക്കാർ മാത്രം നിലനിന്നാൽ മതി. എന്നുവെച്ചാൽ മെരിറ്റുള്ളവർ മാത്രം, ഫിറ്റ് എന്ന് വെച്ചാൽ മെരിറ്റാണല്ല, മെരിറ്റുള്ളവർ മാത്രം അതിജീവിച്ചാൽ മതി എന്നുള്ളതാണ് പ്രകൃതി നിയമം. ഈ പ്രകൃതി നിയമത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ കരുണ ചേർത്തുകൊണ്ടാണ് ബൈബിള് വിഭാവന ചെയ്യേണ്ടത്. ബൈബിൾ പറയും നോട്ട് ബൈ ഫിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്നുവെച്ചാൽ നോട്ട് ബൈ മെറിറ്റ്, അതാണ് Ephesians 2:8 നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതായത് ഫിറ്റെന്ന് പറയണതും അതുപോലെ തന്നെ മെറിറ്റ് എന്ന് പറയണതും ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ സാധനം ഫിറ്റാകാൻ മെറിറ്റോറിയസ് ആകാം. പക്ഷേ ഈ ഫിറ്റ് അല്ലാത്തവനും അത് ചിലപ്പോൾ ഏറ്റവും കൈക്കരുത്തുള്ളവൻ കാര്യക്കാരനാകും. കരുത്തില്ലാത്തവനെയും കൂടി കരുണ സംരക്ഷിക്കുന്നത് കൊണ്ട് കരുത്തില്ലാത്തവർക്ക് വേണ്ടി കരുണ വെച്ചിരിക്കുന്നത്. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കർത്താവിൻ്റെ കരുണ കൊണ്ടാണെന്ന്. അതെന്ന് വെച്ചാൽ കരുണ മാത്രമല്ല വിഷയം. പല വിഷയങ്ങൾ ഈ ഭൂമിയിൽ, നിൻ്റെ വീട്, വസ്തു, ജോലി, പ്രമോഷൻ, ആരോഗ്യം, ആയുസ്, മക്കളുടെ ജോലി, നിൻ്റെ വിവാഹം, നിൻ്റെ പ്രസവം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വൈദ്യശാസ്ത്രത്തിന് ചിലപ്പോഴും ഒരു മെറിറ്റ് വരുമ്പോൾ ഒരു പരിധിയുണ്ട്. പക്ഷേ ഗ്രേസിന് പരിധിയില്ല. ഇപ്പം എന്നോട് പല ആൾക്കാരും ചോദിക്കും, ഡോക്ടർ പറഞ്ഞു ഗർഭശിശുവിന് ഹൃദയത്തിന് ദൂരമുണ്ട്, അത് കട്ട് ചെയ്യാനാണ് നല്ലത്, അബോർട്ട് ചെയ്യാനാണ് നല്ലതെന്ന് പറയുമ്പോൾ അത് ഡോക്ടർ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ഒരു അംഗവൈകല്യമുള്ള ഇന്ത്യൻ പൗരൻ ജനിക്കാതിരിക്കണം, രാജ്യം ആരോഗ്യമുള്ളവരെ കൊണ്ട് നിറക്കണം എന്നുള്ളത്. പക്ഷേ ഭൗതിക രാജ്യം അങ്ങനെയാണ്. പക്ഷെ ദൈവരാജ്യം അങ്ങനെയല്ല. ദൈവരാജ്യം വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ സ്പിരിറ്റ്. അപ്പം ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് പറയാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയും കർത്താവ് ഇടപെടും, വെയിറ്റ്, ഇതിനു വേണ്ടിയുള്ള വിശ്വാസമുള്ളത്, ഇതിനു വേണ്ടിയുള്ള ആത്മീയതയുള്ളത്, ഇതിനു വേണ്ടിയുള്ള ദൈവം നമ്മുടെ കൂടെ, ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്, ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള നമ്മുടെ മെറിറ്റും ഫിറ്റ്നസ്സും നഷ്ടപ്പെടുമ്പോൾ കർത്താവിൻ്റെ പ്രസൻസ് കൊണ്ടാണ് അതിനെ സുവിശേഷം ടാലി ചെയ്യണം. അപ്പോഴേ സുവിശേഷം ഭയങ്കരമായ ഒരു കാഴ്ചപ്പാടാണ് ശരിക്കും നൽകണത്. എവിടെയെല്ലാം ഫിറ്റ്നസ് പോകുന്നു, എവിടെയെല്ലാം മെറിറ്റ് പോകുന്നു, അവിടെയെല്ലാം ദൈവത്തിൻ്റെ സ്പേസാണ്. ആ സ്പേസാണ്. അത് വിവേചിച്ച് മനസ്സിലാക്കേണ്ട കഴിവുണ്ടാകണം. നിന്റെ കഴിവ് കൊണ്ടോ, നിന്റെ കാശ് കൊണ്ടോ, നിന്റെ ആള് കൊണ്ടോ, നിന്റെ അർത്ഥം കൊണ്ടോ, പറമ്പ് കൊണ്ടോ, പൊന്നുകൊണ്ടോ, പാട്ട് കൊണ്ടോ, അതെല്ലാം മെറിറ്റിൽ പെടുന്നതാണ്. അല്ലാതെ ഒരു വിഷയം നിനക്ക് വരുമ്പോൾ ഓർക്കുക, ഈ സ്പേസ് ദൈവത്തിൻ്റെതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ അവിടെയും ചവിട്ടി ഇവിടെയും ചവിട്ടരുത്. ദൈവത്തിലെന്ന് പറയുമ്പോൾ കോംപ്രമൈസ് ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ദൈവത്തിൻ്റെ ഫോർമാറ്റ് അവിടെ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും, ദൈവം സഹായിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നീ തിന്മയിലും ലോകത്തിൻ്റെ രീതികളിലും പെരുമാറിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഫക്റ്റ് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളെ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുകയും ഗ്രേസ് അനുഗ്രഹം ലഭിക്കുകയും ചെയ്യുന്നതിന്